ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തീവ്രമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കാണ് ചർച്ച ചെയ്യുക. സമയം കളയുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് സിവിൽ എക്സൈസ് ഓഫീസർ എത്ര മാർക്കിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പ്രതിപാദിക്കുക. സിവിൽ എക്സൈസ് ഓഫീസറുടെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ സിലബസിൽ ആദ്യ ഭാഗം മൊഡ്യൂൾ 1 4 മാർക്കിന്റെയാണ്. 4 മാർക്കിന്റെ ടോപ്പിക്കാണ് അബ്കാരി ആക്ട് 1 of 1077, കൊല്ലവർഷം 1077 നമ്മൾ പറയും. അതുപോലെ അതിനകത്ത് നമുക്കറിയാം ജൂറിസ്ഡിക്ഷൻ, ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ, ഇമ്പോർട്ട് എക്സ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ, വാട്ട് ഈസ് ലിക്കർ, ഡെഫിനിഷൻസ്, ഡ്രൈ ഡേസ് ഏതൊക്കെയാ, സെഷൻസ്, കമ്മിറ്റിംഗ് ഓഫ് കോമൺ ക്രൈംസ്, പൊതുവായിട്ടുള്ള ഈ പറയപ്പെട്ട അബ്കാരി ആക്ടിലെ കുറ്റകൃത്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു അബ്കാരി ആക്ട്. വളരെ പ്രധാനപ്പെട്ട 4 മാർക്കാണെന്ന് ഓർക്കണം അബ്കാരി ആക്ട്. പിന്നെ 2 മാർക്കിനാണ് നമുക്കറിയാം NDPS ആക്ട്, നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. ആൾറെഡി യൂണിഫോം തസ്തികയിലേക്കെല്ലാം പഠിക്കുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ടോപ്പിക്കാണ്. ഈ പറയപ്പെട്ട മയക്കുമരുന്നുകളുടെയും ഈ പറയപ്പെട്ട ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗത്തിന്റെ നിയന്ത്രണം, ക്രമീകരണം, കുറ്റകരമാകുന്ന അവസ്ഥകൾ തുടങ്ങിയ NDPS ആക്ട്. അതുപോലെ തന്നെ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 നമുക്കറിയാം. ബ്ലെൻഡിങ് എന്താണ്, അതുപോലെ തന്നെ കോമ്പൗണ്ടിങ്, റിഡ്യൂസിങ്, ഫോർട്ടിഫിക്കേഷൻ തുടങ്ങിയ എന്താണ് നമുക്കറിയാം. ENA, RS തുടങ്ങിയവ, പിന്നെ അബ്സല്യൂട്ട് ആൽക്കഹോള് നമുക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുക. അതുപോലെ ആൽക്കഹോളിന്റെ സ്ട്രെങ്ത് എത്രയായിരിക്കണം, യൂണിറ്റ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഭാഗത്ത് പറയുക. അതുപോലെ മൊഡ്യൂൾ 4 ആണ് ഫോറിൻ ലിക്വർ ആക്ട്. 3 മാർക്കിന്റെ ടോപ്പിക്കാണ്. നമുക്കറിയാം നെയിംസ് ഓഫ് ഡിഫറെന്റ് ലൈസൻസസ്, സ്ട്രെങ്ത് ഓഫ് ലിക്കർ സോൾഡ് ഇൻ സ്റ്റേറ്റ്, സ്ട്രെങ്ത് ഓഫ് ബിയർ, വൈൻ, ലോവർ ലിമിറ്റ് ആൾസോ, ഡിസ്റ്റൻസ് റൂൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുക. ഡ്രൈ ഡേസ് ഇവിടെ എന്താണെന്ന് പറയുന്നുണ്ട്. വിദേശ മദ്യം, വിദേശ മദ്യം തുടങ്ങിയവയുടെ കാര്യങ്ങൾ. അതുപോലെയാണ് കോറ്റ്പ ആക്ട് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്റ്റ് പ്രൊഹിബിഷൻ ആക്ട് ആണ്. നമുക്കറിയാം കോപ്റ്റ ആക്ട്. ഇത് പ്രധാനമായിട്ടും പൊതുസ്ഥലത്തെ പുകവലി എന്തുകൊണ്ട് കുറ്റകരമാണ്, അത് പിന്നെ നിരോധിച്ചിട്ടുള്ള നിയമങ്ങൾ, സ്കൂളുകളുടെ എല്ലാം എത്ര മീറ്റർ എത്ര കിലോമീറ്റർ, എത്ര മീറ്റർ പരിസരത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളത് പറയുക. അതുപോലെ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം, മദ്യപാനത്തിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ, പ്രചരണങ്ങളാണ്. അത് എക്സൈസ് വകുപ്പും സംസ്ഥാന എക്സൈസ് വകുപ്പും മറ്റ് സാമൂഹ്യക്ഷേമ വകുപ്പും അടക്കമുള്ള സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും അല്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പറയുക. വിമുക്തി പ്രോഗ്രാം ഒക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോഗ്രാം നമുക്കറിയാം. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. നമുക്ക് അറിയാവുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് സിലബസിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചില പ്രീവിയസ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക, ഉത്തരങ്ങൾ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഡിസ്റ്റിലറികൾ, വെയർഹൌസുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? നമ്മൾ പഠിച്ചു അബ്കാരി ആക്ട് 1 of 1077 അല്ലെ. അബ്കാരി ആക്ടിൽ വെയർഹൌസ്, അതുപോലെ ഡിസ്റ്റിലറികൾ എന്നിവയുടെ രൂപീകരണവുമായി നിർമ്മാണവും ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 12, ഓപ്ഷൻ ബി സെക്ഷൻ 13, ഓപ്ഷൻ സി സെക്ഷൻ 14, ഓപ്ഷൻ ഡി സെക്ഷൻ 15. ഏതായിരിക്കും ഇവിടുത്തെ ശരി ഉത്തരം? കമന്റ് ചെയ്യാമോ? ഉത്തരം ഏതാണ്? സെക്ഷൻ 14 ഇവിടുത്തെ ശരി ഉത്തരം. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. നമുക്ക് നോക്കാം അപ്പൊ എന്താണ് ഇതിന്റെ വിശദീകരണം. ഡിസ്റ്റിലറികൾ, വെയർഹൌസുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അബ്കാരി. അപ്പൊ അബ്കാരി ആക്ടിന്റെ പ്രത്യേകതകൾ എന്തല്ല നമുക്കറിയാം. ഡിസ്റ്റിലറികൾ, അതുപോലെ തന്നെ ബ്ലൂവെറികൾ, വെയർഹൌസുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി വസ്തുതകൾ പ്രതിപാദിക്കുന്ന വകുപ്പാണ് അബ്കാരി ആക്ടിലെ വകുപ്പ് 14, സെക്ഷൻ 14 ആണ്. അപ്പൊ എന്താണ് അബ്കാരി ആക്ട്? ദി അബ്കാരി ആക്ട് ഓഫ് 1 of 1077. ദി അബ്കാരി ആക്ട് 1077. എന്താണ് 1077 എന്നൊക്കെ വരാൻ കാരണം നമുക്കറിയാം. കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കാനായി കേരളത്തിൽ നിലവിൽ വന്ന സുപ്രധാനമായ നിയമമാണ് 1077. കൊല്ലവർഷമാണ് 1077 1ാം അബ്കാരി ആക്ട്.
കാരണം ഇത് കൊല്ലവർഷം കണക്കാക്കാൻ കാരണം അബ്കാരി ആക്ട് പാസ്സാക്കിയത് ആരാണ്? കൊച്ചി മഹാരാജാവാണ് അല്ലെ. കൊച്ചി രാജ്യത്തിൽ കൊച്ചി മഹാരാജാവാണ് അബ്കാരി ആക്ട് പാസ്സാക്കിയത്. 1902 കൊല്ലവർഷമാണ് 1077. അപ്പൊ ഓർത്തിരിക്കണം 1900. അപ്പൊ എന്നാണ് അബ്കാരി ആക്ട് പാസ്സാക്കിയത്? 1902 ഓഗസ്റ്റ് 5. കണ്ടോ, 902 ഓഗസ്റ്റ് 5 ആണ് കൊല്ലവർഷമാകുമ്പോൾ. നേരത്തെ പറഞ്ഞു 1077 കർക്കിടകം 31. ആ കൊല്ലവർഷം 1077 കർക്കിടകം 31 അല്ലെങ്കിൽ 1902 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് അബ്കാരി ആക്ട് പാസ്സാക്കി ഓർത്തിരിക്കണം. കൊല്ലവർഷം 1077 പാസ്സാക്കിയ നിയമമായതിനാലാണ് ഇതിന് എന്ത് പേര് കിട്ടാൻ കാരണം? ദി അബ്കാരി ആക്ട് 1077. കൊല്ലവർഷം 1077 പാസ്സാക്കപ്പെട്ടു. അതുപോലെ തന്നെ ഓർത്തിരിക്കണം, ഈ ആക്ടിന് 10 of 1967 എന്ന പേരിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. അപ്പൊ ചോദിക്കാം, അബ്കാരി ആക്ട് 1077 എന്താണ്? ആക്ട് 10 of 1967, ആക്ട് 10 of 1967 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 967 ജൂലൈ 29. കണ്ടോ, 967 ജൂലൈ 29. കൊല്ലവർഷം 1077. 1902 പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണ്. കൊച്ചി രാജാവാണ് പാസ്സാക്കിയത്. പക്ഷേ ഇതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് എന്നാണ്? 967 ജൂലൈ മാസം 29 കിട്ടിയല്ലോ. അബ്കാരി ആക്ടിന്റെ ഉദ്ദേശം എന്താണ്? ഏതൊരു നിയമത്തിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ. എന്താണ് അബ്കാരി ആക്ടിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ് ചോദിച്ചാൽ, മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക. മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക. മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവയെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, അവ പരിഷ്കരിക്കുക എന്നിവയാണ് അബ്കാരി ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നറിയാം. അപ്പൊ എന്താണ് അബ്കാരി ആക്ട് ലക്ഷ്യം എന്ന് പറഞ്ഞ് എന്തായിരിക്കും? മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക. മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം ഉണ്ടാകുന്ന അടിയന്തരമായിട്ടുള്ള ദൂഷ്യവശങ്ങളും മദ്യം ഒരു വിപത്തായി മാറുന്ന സാഹചര്യം ഇതെല്ലാം നിയന്ത്രിക്കുക അബ്കാരി ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാനത്ത് മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെ ഇറക്കുമതി, കയറ്റുമതി, അവയുടെ വിപണനം, കച്ചവടം അല്ലെ, അതുപോലെ തന്നെ കൈവശം വയ്ക്കൽ, വിൽപ്പന, നിർമ്മാണം എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് വ്യക്തമായി ഉള്ള നിയമങ്ങൾ ഏകീകരിക്കണം. നിയമങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യണം? കൺസോൾഡേറ്റ് ചെയ്യുക, ഏകീകരിക്കുക. ഇതാണ് അബ്കാരി ആക്ടിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഓർത്തിരിക്കണം, ഈ നിയമം എവിടെയെല്ലാം ബാധകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ കേരള, കേരളം മുഴുവൻ ഈ നിയമം ബാധകമാണ് എന്നോർക്കണം. അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷനുകളുടെ എണ്ണം, അബ്കാരി ആക്ട് 1077 ആകെ എത്ര വകുപ്പുകളുണ്ട് ചോദിക്കാം. എത്രയുണ്ട്? 72. 72 വകുപ്പുകളാണ് അബ്കാരി ആക്ടിൽ ഉള്ളത്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്താണെന്ന് ചോദിക്കാം. ഓർത്തിരിക്കണം, ആക്ട് 10 ആയി 10ാമത്തെ ആക്ട് ആയിട്ട് എന്ന് 967 ആക്ടിന്റെ ലക്ഷ്യം പറഞ്ഞു, ഉദ്ദേശം പറഞ്ഞു. അതുപോലെ കേരളം മുഴുവൻ ബാധകമാണെന്ന് പറഞ്ഞു. ഇതിലെ വകുപ്പുകളുടെ എണ്ണം 72. കിട്ടിയല്ലോ. ഇനി നമ്മളിവിടുത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെയർ ഹൗസുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ലിക്കറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മദ്യത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ കേന്ദ്രങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താണ്, ഏതു ഭാഗത്ത്, അബ്കാരി ആക്ടിൽ ഏതു ഭാഗത്താണ് സെക്ഷൻ 14 നമ്മുടെ ഉത്തരം അല്ലെ? ഏത് ആക്ടിലാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, ഏത് ഭാഗത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചർ, നോക്കുക, പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്കർ. മാനുഫാക്ചർ നിർമ്മാണം, പൊസഷൻ കൈവശം വയ്ക്കൽ, സെയിൽ കച്ചവടം, വിൽപ്പന എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. സെക്ഷൻ 12 പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അതിലാദ്യ വകുപ്പാണ് വകുപ്പ് 12. 12 പറയുന്നത് എങ്ങനെയാണ്? അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമല്ലാതെ ഒരു വ്യക്തിക്കും ലഹരി മരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ, ഈ പറയപ്പെട്ട മദ്യം ഉൾപ്പെടെയുള്ളവ നിർമ്മാണം ചെയ്യാനും ഒന്നും കഴിയില്ല, നിരോധിച്ചിരിക്കുന്നു പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 12. അപ്പൊ നമുക്കറിയാം, അബ്കാരി ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെയും നിർമ്മാണം പാടില്ല, അത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ പറയും സെക്ഷൻ 12. അപ്പോ ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ നിർമ്മാണം സാധ്യമാണ് ഏത് ആക്ട് പ്രകാരം? അബ്കാരി ആക്ടിലെ വകുപ്പുകൾ, വ്യവസ്ഥകൾ പ്രകാരം എന്ന് ഓർക്കണം. ഇനി 12 തന്നെ ഒരു സബ്സെക്ഷൻ ആണ്. 12A പറയുന്നു, മദ്യമോ ലഹരി മരുന്നുകളോ
ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്നു എന്നാണ്. മദ്യമോ ലഹരി വസ്തുക്കളോ ഉൾപ്പെടെയുള്ള മദ്യമോ ലഹരി മരുന്നോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 12A. മദ്യമോ ലഹരി മരുന്ന് ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്നു പറയുന്ന വകുപ്പാണ് ഏത്? 12A. 12B പറയുന്നത് നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കേണ്ട മദ്യത്തിന്റെയോ ലഹരി മരുന്നിന്റെയോ കൈവശം വയ്ക്കാവുന്ന അളവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12B. അപ്പൊ 12Bയിൽ എന്ത് പറയുന്നു? നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കേണ്ട മദ്യത്തിന്റെയോ ലഹരി മരുന്നിന്റെയോ കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവിനെ പറ്റി എത്രയായിരിക്കണം എന്ന് പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 12B. അപ്പൊ 12 പറഞ്ഞു, 12A പറഞ്ഞു, 12Bയും പറഞ്ഞു. നോക്കുക. അതുപോലെ തന്നെ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരി മരുന്നോ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്നും പറയുന്നത് 12B എന്ന വകുപ്പിൽ തന്നെയാണ്. ഓർത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യനോ ജന്തുക്കൾക്കോ വേണ്ടിയിട്ടുള്ള മരുന്നിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനായിട്ടല്ലാതെ ഒരു വ്യക്തിയും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കാൻ പാടില്ല. ആരുടെ അനുമതിയില്ലാതെ? ഓർത്തിരിക്കണം. ആരുടെ? കമ്മീഷണറുടെ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ, അല്ലെങ്കിൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം. ഓർത്തിരിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഒരു നിശ്ചിത അളവിൽ മദ്യം കൈവശം സൂക്ഷിക്കാം, നിശ്ചിത അളവിന് കൂടുതൽ കൈവശം സൂക്ഷിക്കാൻ പാടില്ല? 12Bയിലാണിത് പറയുക. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മദ്യം സൂക്ഷിക്കാം, അല്ലെ? എന്നാൽ അതിനല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരി മരുന്നോ കമ്മീഷൻ നിർദ്ദേശിച്ച അളവിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? കൈവശം വയ്ക്കാൻ പാടില്ല. എന്നാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റിവേഴ്സ് ഓർഡറിൽ ഇങ്ങനെ പറയാം: മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഉള്ള ചികിത്സാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കാം എന്നുള്ളത് കൂടി ഇതിനകത്തൊരു അണ്ടർ മീനിങ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് 14. നമ്മുടെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സെക്ഷൻ 14 എന്ന് പറയുന്നു. 14 ഡിസ്റ്റിലറികൾ, ബ്രൂവറികൾ, അതുപോലെ വെയർഹൗസുകൾ എന്നിവ സ്ഥാപിക്കുന്നതും നിയന്ത്രിക്കുന്നതും പറ്റി പ്രതിപാദിക്കുന്ന വസ്തുതകളാണ് ഇതിൽ പറയുക. അപ്പോ വെയർഹൗസുകൾ, സ്റ്റോർ ഹൗസുകൾ, ഡിസ്റ്റിലറികൾ, അല്ലെ, മുതലായ ബ്രൂവറികൾ മുതലായവയെല്ലാം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് ഈ പറയപ്പെട്ട സെക്ഷൻ 14 പറയുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയും. ഇനിതാ ഇതേ ഭാഗത്തു നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യം ഒന്ന് കണ്ടുകൊള്ളുക നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡിസ്റ്റിലറികൾ, വെയർഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അബ്കാരി ആക്ടിലെ വകുപ്പ് ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം നമ്മൾ കണ്ടെത്തിയതായിരുന്നു സെക്ഷൻ 14. ക്ലിയർ ആണല്ലോ? 14 പറഞ്ഞപ്പോൾ നമ്മൾ 12ഉം അതുപോലെ തന്നെ 14ന്റെ സബ്സെക്ഷൻ ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് 14ന്റെ സബ്സെക്ഷനിൽ വരുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് പറയുക. അതിങ്ങനെയാണ്: മദ്യനിർമ്മാണത്തിനായി ഡിസ്റ്റിലറികൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? അപ്പോ മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡിസ്റ്റിലറികൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ഏതാണ്? ഇവിടെ 14A, 14B, 14C, 14D. ഏതായിരിക്കും ശരി ഉത്തരം? ഉത്തരം 14A തന്നെയാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ 14A പറഞ്ഞ കാര്യമാണ് നമ്മുടെ ടോപ്പിക്കിൽ ഉണ്ടായിരുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഈ മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷൻ പഠിച്ചിരിക്കണം. സെക്ഷൻ 64A ആണ്. 64A. എന്താണ് 64? മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം ഉണ്ടോ? സംഭരണം എന്നിവയ്ക്കായി ഭൂമി വിട്ടു നൽകിയാൽ ലഭിക്കാവുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 64A. അല്ലെ? നമുക്കറിയാം, അനധികൃതമായി മദ്യനിർമ്മാണത്തിനോ വിൽപ്പനയ്ക്കോ സംഭരണത്തിനോ വേണ്ടി, അല്ലെ, ആരെങ്കിലും ഒരാൾ വാടക വീട് എടുത്തിട്ട് അതിനകത്ത് വ്യാപകമായി മദ്യം വാങ്ങി വയ്ക്കുന്നു, എന്നിട്ട് അനധികൃതമായി വിൽപ്പന നടത്തുന്നു. ഇതിങ്ങനെയാണെങ്കിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്ത ഉടമസ്ഥനും ഈ കേസിൽ കുറ്റക്കാരനാണ്, പ്രതിയാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 64A. അപ്പൊ അബ്കാരി ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് ഏത്? 64 എന്ന് പഠിച്ച എന്താ 64 എന്ന് അറിയുന്നത്? മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി വിട്ടു നൽകിയാൽ ലഭിക്കാവുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 64A. 64A. അബ്കാരി നിയമപ്രകാരം
ഡിസ്റ്റിലറികൾ നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നത് ആരാണ്? അബ്കാരി ആക്ട് പ്രകാരം ഡിസ്റ്റിലറികൾ നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നത് ആര്? മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. ഓപ്ഷൻ എ എക്സൈസ് കമ്മീഷണർ, ഓപ്ഷൻ ബി എക്സൈസ് മിനിസ്റ്റർ, ഓപ്ഷൻ സി ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി എക്സൈസ് കമ്മീഷണർ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഏതായിരിക്കും ശരി ഉത്തരം? ഒന്ന് പറഞ്ഞേ. എന്താ ചോദ്യം? എന്താ? അബ്കാരി ആക്ട് പ്രകാരം ഡിസ്റ്റിലറികൾ നിർമ്മിക്കാനുള്ള അനുമതി നമ്മൾ പറഞ്ഞു 14A എന്ന വകുപ്പിൽ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്റ്റിലറികൾ നിർമ്മിക്കണമെങ്കിൽ ആരുടെ അനുമതിയോട് കൂടിയേ സാധ്യമാകൂ? ഇതാണ് ചോദ്യം. ആരുടെ അനുമതിയോടെ ചോദിച്ചാൽ എക്സൈസ് കമ്മീഷണർ, ഓപ്ഷൻ ബി എക്സൈസ് മിനിസ്റ്റർ, ഓപ്ഷൻ സി ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടിയ എക്സൈസ് കമ്മീഷണർ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഏതായിരിക്കും ശരി ഉത്തരം? ഇവിടെ പറയുന്ന ശരി ഉത്തരം ഉണ്ട് എന്ന് നമുക്കറിയാം. ഏതായിരിക്കും അത്? ഓപ്ഷൻ എക്സൈസ് കമ്മീഷണർ ശരിയാണ്. പക്ഷേ ഈ ഓപ്ഷനിൽ കൂടുതൽ ശരി ഒരെണ്ണം കിടപ്പുണ്ട്. ഏതാണത്? ഓപ്ഷൻ സി ആണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടി എക്സൈസ് കമ്മീഷണർ. പ്രീവിയസ് ചോദ്യമായിരുന്നു ഇത് എക്സൈസ് പരീക്ഷയുടെ. ഉണ്ടോ? ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടി. അനുമതി ഇല്ലാതെ സാധ്യമാണോ? ഇല്ല. ഗവൺമെന്റ് അനുമതിയോട് കൂടി എക്സൈസ് കമ്മീഷണർ എന്നതാണ് അവിടുത്തെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മളിപ്പോ കണ്ട ചോദ്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഓർത്തിരിക്കേണ്ട ഒരു വകുപ്പാണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ 8(1). 8(1) എന്ത് പറയുന്നു? ഒരു വ്യക്തിയും പെർമിറ്റ് ട്രാൻസിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കി വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. അത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പാണ് ഏത്? 81. അപ്പൊ ഏതൊരു വ്യക്തിയും ആവശ്യമായ പെർമിറ്റ് ട്രാൻസിറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും മദ്യം അല്ലെങ്കിൽ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ കുപ്പിയിലാക്കി വിൽക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 8(1). അബ്കാരി ആക്ടിലെ 8(1). 8(2) പറയുന്നു, സെക്ഷൻ 8(1) പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ശിക്ഷ ലഭിക്കുന്നു. അപ്പോ അബ്കാരി ആക്ട് പ്രകാരം അനധികൃതമായി ചാരായം നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ കുപ്പിയിലാക്കി വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 8(2) ആണ്. ഓർക്കണം, സെക്ഷൻ 8(2). സെക്ഷൻ 8(2) എന്ത് പറയുന്നുണ്ട്? ഓർക്കുക, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. അപ്പോ അബ്കാരി ആക്ട് സെക്ഷൻ 8(1) പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ ഓർത്തിരിക്കണം. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴ. അപ്പൊ ചോദിക്കാം, അബ്കാരി ആക്ടിലെ 81 പ്രകാരം അനധികൃതമായി ചാരായം നിർമ്മിക്കുകയോ വിൽപ്പന നടത്തുകയോ വിതരണം ചെയ്യുകയോ സംഭരിക്കുകയോ ചെയ്താൽ ലഭിക്കുന്ന പരമാവധി ശിക്ഷ എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മള്? നമുക്കറിയാം 10 വർഷമാണ്. പരമാവധി 10 വർഷം വരെ ഉണ്ടോ? മിനിമം ശിക്ഷ നമുക്കറിയാം കോടതിക്ക് തീരുമാനിക്കാം. പരമാവധി എത്രയാണ്? 10 വർഷം വരെ തടവ്. അതുപോലെ തന്നെ പരമാവധി അല്ലെങ്കിൽ മിനിമം പിഴ എത്രയാണെന്ന് വെച്ചാൽ മിനിമം പിഴ 1 ലക്ഷം രൂപയിൽ കുറയാത്ത, അതായത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്ര രൂപ വേണോ കോടതിക്ക് പിഴയായി ഈടാക്കാം. മിനിമം പിഴ എത്രയാണ്? 1 ലക്ഷം രൂപ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അബ്കാരി ആക്ടിലെ കുറ്റകൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് 8(1) പ്രകാരം അനധികൃതമായി ആവശ്യമായ പെർമിറ്റ് ട്രാൻസിറ്റോ ഒന്നുമില്ലാതെ ചാരായം നിർമ്മിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയാണ് 8(2). ശരി, അടുത്തത് സെക്ഷൻ 9 ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് അബ്കാരി ആക്ടിലെ 9. നമുക്കറിയാം എന്താണ്? മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 9. അപ്പോൾ ഓർത്തിരിക്കണം, മദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കടത്തുന്നത് തടഞ്ഞുകൊണ്ട്, അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് പുറത്തിറക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 9. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില മദ്യത്തിന്റെയൊക്കെ കേരളത്തിൽ മാത്രം വിൽപ്പന നടത്താൻ അധികാരമുള്ള, അല്ലെങ്കിൽ ആസാമിൽ മാത്രം വിൽപ്പന നടത്താൻ അല്ലെ അധികാരമുള്ള എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫോർ ഡിഫൻസ് പർപ്പസ് എന്നൊക്കെ പറയും. ഇത്തരം കാര്യം മദ്യങ്ങളൊന്നും വിൽക്കാനോ അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ്
എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 9, സെക്ഷൻ 9 ഓർത്തിരിക്കണം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇതാ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് മുന്നോട്ട് വയ്ക്കുന്നു. CPO WCPO പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. മാറിയ സിലബസ് ഉൾക്കൊള്ളാം. നമുക്കറിയാം, ഭാരതീയ ന്യായ് സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, 3 പുതിയ നിയമങ്ങളാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. പുത്തൻ സിലബസിനെ കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള യൂണിഫോം തസ്തികയിലേക്കുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അഡ്മിഷനുകൾ ഉറപ്പിക്കാം. അതുപോലെ തന്നെയാണ് ഫോഴ്സ് ഏതുമാകട്ടെ, ഡ്രൈവർ വളയം പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു വാഹനം ഓടിക്കാൻ നിങ്ങൾ തയ്യാറാണോ, അത് ഗവൺമെന്റ് ശമ്പളത്തോടെ. നോക്കുക, PSC ഡ്രൈവർ കോംബോ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. എല്ലാ യൂണിഫോം തസ്തികയിലേക്കുള്ള ഡ്രൈവർ തസ്തികയിലേക്കുള്ള ഒരു കോംബോ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ കോംബോ ബാച്ചിൽ നിങ്ങൾക്കും അംഗമാകാം, നിങ്ങൾക്കും പങ്കാളികളാകാം. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട, ലൈസൻസുമായി ബന്ധപ്പെട്ട, വാഹനങ്ങൾ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നിയമങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ടുള്ള ഈ കോഴ്സ്, നമുക്കറിയാം, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ഫോർ ഡ്രൈവർ എക്സാമിനുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ, മെന്റർഷിപ്പ്, വീക്ക്ലി എക്സാം, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, ലൈവ് മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ, PDF ഉൾപ്പെടെ നൽകുന്ന ഈ ഒരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.